വാണിമേലിൽ പരപ്പുപ്പാറയിൽ ശശീന്ദ്രന്റെ വീട്ടുമതിൽ ഒരു സംഘം ചേർന്ന് തകർത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വീടിന്റെ മതിൽ തകർത്ത സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു. വാണിമേൽ പരപ്പുപ്പാറ കിണറുള്ള പറമ്പത്ത് ശശീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള മതിൽക്കെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് പൊളിച്ചു മാറ്റിയത്. സംഭവത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. മതിൽ തകർത്തതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് BJP സംസ്ഥാന സമിതി അംഗം MP രാജൻ ആവശ്യപ്പെട്ടു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 16-ാം തീയതി രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷം ആണ് ഇവിടെ കിണറാറമ്പത്ത് ശശിന്റെ വീട്ടിന്റെ മതിലാണ് ഇവിടെ പൊളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം, അതുപോലെ തന്നെ അതിൻ്റെ നഷ്ടം, ഇതൊക്കെ നമുക്കിവിടെ വന്ന് കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി വസ്തുവകകൾ നശിപ്പിക്കുക എന്നുള്ളത് അത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അത് ഒരു സാധാരണക്കാരനല്ല ചെയ്യുന്നത്. ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു അതിക്രമം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രദീപൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വാണിമൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇയാളെ വീട്ടിൽ വന്ന് പഞ്ചായത്ത് അദാലത്തിൽ വെച്ചിട്ട് വളരെ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ആ മതിൽ ഞങ്ങൾ പറിക്കും, അപ്പോ അത് ഞങ്ങൾ പറിച്ച് അടങ്ങുള്ളൂ. ഇവര് അത് പറിക്കേണ്ട ആവശ്യം ഒരു കാരണവശാലും അത് പറിക്കേണ്ട യാതൊരു അവസ്ഥയുമില്ല. കാരണം റോഡ് തുടങ്ങുന്ന സ്ഥലത്തുള്ളതിനേക്കാളും കൂടുതൽ വീതിയിൽ ഇവിടെ എല്ലാ സൗകര്യത്തിലും എല്ലാം സൗകര്യം നിലനിർത്തിക്കൊണ്ടാണ് ഇവർ മതിലിന്റെ പണി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ആര് വന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഈ പറിച്ചിട്ടുള്ളത് തോന്നിവാസമാണ് ഈ നടപടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ ഇങ്ങോട്ട് അവിടെ ഒരു കഷ്ടിച്ച ഒരു വണ്ടിക്ക് വരാനുള്ള സൗകര്യമേ തുടക്ക ഭാഗത്തുള്ളൂ. ഈ റോഡിന്റെ വികസനമാണ് ഈ ഒരു ആക്രമണം നടത്തിയവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ തുടക്കം മുതലുള്ള ഭാഗം ഏതാണ്ട് ഒരു 10-25 മീറ്ററോളം ആ ഭാഗത്ത് വീതി കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് ആ വർക്കൊന്നും ചെയ്യാതെ ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇത് അവസാനിക്കുന്നത് പുഴയിലേക്ക് അവസാനിക്കുന്ന റോഡാണ്. കാരണം ഇത് അങ്ങനെ ഗതാഗതമായിട്ട് കൂടുതൽ തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു റോഡ് കുറച്ച് വീട്ടുകാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു തരത്തിൽ ഉപയോഗിക്കേണ്ട ഒരു റോഡാണ് ഈ റോഡ്. അപ്പൊ ഈ റോഡിന് ആവശ്യത്തിൽ കൂടുതൽ വീതി നിലനിർത്തിക്കൊണ്ടാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് പറിക്കേണ്ട ഒരു കാരണവും ഇല്ല. BJP നേതാക്കളായ അനീഷ് മാത്യു, മമ്പറ്റ ബാലൻ, M ബാലകൃഷ്ണൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ വളയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.